എല്ലാവർക്കും ലതാസ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് മുളകുകളുടെ ചെടീനെ കാണിക്കാനാണ് കേട്ടോ. അത് ഞാനൊരു 10ൽ കൂടുതൽ വെറൈറ്റി മുളക് തൈകൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മുളക് ഉണ്ടാക്കാനായിട്ട് ഒരു തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഈ പച്ചയൊക്കെ കെട്ടിയിട്ടുള്ളത് എന്താണെങ്കിൽ ഇവിടെ കുറേ താറാവും കോഴിയൊക്കെ ഉണ്ട് എനിക്ക് വീട്ടിൽ. അവരൊക്കെ ഇത് വെട്ടി തിന്നുക. അപ്പോൾ അതുകൊണ്ട് അവർ കടക്കാതിരിക്കാൻ ഒരു ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ കടക്കണില്ല അങ്ങോട്ട്. ഇത് ഞാൻ ഒരു മാസങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള മുളകുകളും കായും പൂവും ഒക്കെ ആയിരിക്കുന്നത്. നിറച്ച് കായൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ മുന്നിട്ടപ്പോൾ എല്ലാ മുളകുകളും എനിക്ക് കായായിട്ടുണ്ടായിരുന്നില്ല. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ച് നഴ്സറിയിൽ നിന്ന് മേടിച്ച് കൊടുന്ന് വെച്ചതാണ്. ഇപ്പോൾ പിടിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. 2-3 തൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് നല്ല പോഷക ഗുണങ്ങളുള്ളതാണ്. ഇത് നമ്മൾക്ക് ഒരു തണ്ടുണ്ടെങ്കിൽ തന്നെ ഉപ്പേരി ആയാലും കറി ആയാലും ഒക്കെ വെക്കാൻ പറ്റും. ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് വലിയതായാലാണ് ഒരേലോണ്ട് നമുക്കതൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് ചെറുതായിട്ട് പിടിച്ചു വരുന്നതല്ലേ. ഇതാണിപ്പോൾ ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുള്ള മുളകുകളാണ്. സെറമുളകുണ്ട്, ഉജ്ജല മുളകുണ്ട്, പിന്നെ വയലറ്റ് ഉണ്ടമുളക്, വയലറ്റ് നീളം മുളക്, പിന്നെന്താ ഒരു 10ലും കൂടുതൽ വെറൈറ്റി ഉണ്ട്. പിന്നെ നല്ല നീളമുള്ള ഒരു തരം മുളകുണ്ട്. അങ്ങനെ കുറേ മുളകുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കായ ഉണ്ടായി തുടങ്ങി. അത് ഞങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇത് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഇപ്പോൾ കമ്പൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അപ്പോൾ മേടിക്കാമല്ലോ. പിന്നെ ഇത് പൈനാപ്പിളിൻ്റെ തൈയാണ്. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു കെട്ടിയതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ചാനൽ ആദ്യം കണ്ടിരുന്നവർക്കൊക്കെ അറിയാം. ഞാനൊരു 4 തരം മുളക്, ചൈനീസ് മുളക്, തക്കാളി മുളക്, പിന്നെ വേറൊരു തരം ഉണ്ടമുളക്, അങ്ങനെ ഒരു 4 തരം മുളകുകൾ ഇട്ട അതിൻ്റെ വിത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ സൗജന്യമായിട്ടും അല്ലാതെയും ഒക്കെ കൂട്ടുകാർക്ക് ആവശ്യപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് എൻ്റെ അടുത്ത് അത്ര തരേ ഉള്ളൂ. ഇപ്പം അതല്ല, ഇപ്പോൾ ഒരു 10 തരം മുളകൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ വിത്തൊക്കെ ആകുമ്പോൾ ഇതേപോലെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ ഇടും ആയിട്ടുണ്ട് എന്ന്. ഇത് കാവുത്താണ് കേട്ടോ. ഇത് ഇതേപോലെ ഞാൻ മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാത്തിൻ്റെ വിളവെടുപ്പും ഒക്കെ. ഇതിപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പിടിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. മാവുമ്മലിക്ക് കയറിപ്പോണ്ട്. ഇനി നമ്മളിത് അടുത്ത കൊല്ലല്ലേ പറിക്കുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ കടയൊക്കെ റെഡിയായി വരിക. ഇതൊക്കെ ഇവിടെ പാകി മുളപ്പിച്ച തൈകൾ തന്നെയാണ് കേട്ടോ. ഇത് കുഞ്ഞു തൈകളായിട്ട് വെക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം തന്നെ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, പിന്നെ വെണ്ണീർ എല്ലാം കൂടെ ഈ മണ്ണിൽ കലർത്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് വെച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചും കണ്ട് തൈകൾ വലുതായി പൊന്തി വന്നപ്പോൾ സൂഡോമോണസൊക്കെ തളിച്ചു കൊടുക്കും. അത് 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ആവക്കോടയുടെ തൈയാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. നമ്മൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവക്കോട കൊടുന്നതിൻ്റെ 2 കുരു ഇട്ടിട്ട് 2ഉം മുളച്ച് വന്നതാണ്. പിന്നെ ഈ ഇപ്പം നിങ്ങളാ കണ്ട ചെറുത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് മുളകിൻ്റെ തൈ അല്ല കേട്ടോ. ഇത് ഓണത്തിന് കൊടുന്ന ചീരയുടെ തൈ അതിൽ പെട്ടതാണ്. മുളകാച്ചിട്ട് വെച്ചതാണ്. അത് പൂത്തതാണത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. ചില തൈകളിലൊക്കെ മുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചിലതിലൊക്കെ 2, 3 ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ മുളക് അധികം അങ്ങോട്ട് വലുതാവണതല്ല. മുളക് വലുതാവും. ഇത് തൈ വല്ലാതെ ഉയരം വയ്ക്കില്ല. മുളക് നല്ല വണ്ണം വയ്ക്കും. ഇത് ഞാൻ കടയിൽ നിന്ന് നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മേടിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ട്. അന്ന് ആദ്യം മേടിച്ച് വെച്ചത് അത് പഴുപ്പിച്ചിട്ടുണ്ടായതാണ്. ആദ്യം ഉണ്ടായതെന്ന് ഇപ്പോൾ കുറേ പഴുപ്പിച്ചിട്ട് തൈ ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ. നല്ല മുളകാണ്. അങ്ങനെ അസുഖങ്ങളൊന്നും അത്ര വരുന്നില്ല അതിന്. ചില മുളകിനൊക്കെ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട്. ചില മുളകിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കുഴപ്പം ഇപ്പോൾ കാണുന്നില്ല. എന്താണെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറമ്പിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പിടി മുളക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയുണ്ട് കുറേ എണ്ണമൊക്കെ കായയും പൂവൊക്കെ ആവാൻ വേണ്ടിയിട്ട്. ആയാൽ നമുക്ക് കുറേ പല തരത്തിലുള്ളതും കിട്ടും. ഇപ്പോൾ ഒരു 4-5 തരത്തിലുള്ളത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്.
വെള്ള കടലാസ് മുളകൊക്കെ ഉണ്ട്, അത് ആയിട്ടില്ല, അത് പൂവായിട്ടേ ഉള്ളൂ. അതിന് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. വേറെ ചില മുളകുകളും ഉണ്ട്, അപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മുളകൊക്കെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇത് വയലറ്റ് മുളകാണ്. ഇത് വയലറ്റ് മുളക് ഉണ്ടമുളകാണ്. ഇതിപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി എൻ്റെ അടുത്ത് ഇതിൻ്റെ നീളം വയലറ്റ് മുളകും ഉണ്ട്. അന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് മുളകുകൾ ഞാൻ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് ഏതൊക്കെ മുളകാന്ന് വെച്ചാൽ ചൈനീസ് മുളകുണ്ട്, തക്കാളി മുളകുണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്, വെള്ള കാന്താരി ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ മുളകുകളാണ് ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോണത്.